ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഒരു മോർണിംഗ് വീഡിയോ ആണ് കേട്ടോ. യാസിക്കിന്ന് സ്കൂളിൽ പോകണ്ട. യാസിക്കിന്ന് സ്കൂളിൽ നിന്ന് ടൂറ് പോകുന്നുണ്ട്. പക്ഷേ അവനെ ഞാൻ വിട്ടില്ല. അപ്പം അവൻ വീട്ടിലുണ്ട്, പഠിത്തമില്ല അവന്. അപ്പോൾ രാവിലെ ഇടിയപ്പം മുട്ടക്കറിയാണ് കേട്ടോ. ഇടിയപ്പം ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചു. പിന്നെ മുട്ടക്കറി എന്ന് വെച്ചാൽ ഒരു ഉഡായിപ്പ് മുട്ടക്കറിയാണ്. സവാളയും പച്ചമുളകും കൂടി എണ്ണയിൽ വഴറ്റിയിട്ട് അതിൽ മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മാത്രം ഇടും. വേറെ മല്ലിപ്പൊടിയും മുളക് പൊടിയൊന്നും ഇടുന്നില്ല കേട്ടോ. യാസിക്കിന്ന് മഞ്ഞ മുട്ടക്കറി മതി എന്നാണ് പറഞ്ഞത്. പൊടികൾ ഇട്ടിട്ട് അത് അതിൻ്റെ പച്ചമണം മാറുന്നവരൊന്ന് വഴറ്റിയെടുത്തിട്ട് പിന്നെ നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ച് തിളപ്പിച്ചിട്ട് നമുക്ക് പുഴുങ്ങിയ മുട്ട അതിലിട്ട് കുറുക്കിയെടുക്കാം കേട്ടോ. ഞാനും അവന് മാത്രമല്ലേ ഉള്ളൂ, അപ്പോൾ നമുക്ക് ഇത്തിരി പോലെ മതി നമുക്ക് എടുക്കും. അപ്പോൾ 2 മുട്ടയും ഞാൻ എടുത്തിട്ടുള്ളൂ, അപ്പോൾ അതനുസരിച്ചുള്ള ഗ്രേവി മതിയല്ലോ. കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ ഇടുന്നില്ല, യാസിക്ക് എരി വേണ്ടെന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ ഇവിടെ ഇടുന്നില്ല. പിന്നെ ഞാൻ അരി അടുപ്പത്തിടാൻ വേണ്ടിയിട്ട് തീ കത്തിക്കാനാണ് പാട്. നനഞ്ഞ വിറകും ഭയങ്കര പാടാണ്. തീ കത്തിക്കുന്നൊരു ടാസ്ക്കാണ് എനിക്ക്. എന്താ ഒരു വിധത്തിൽ ചിരട്ടയൊക്കെ ഇട്ട് കത്തിച്ചിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ കാലാവസ്ഥയാണെങ്കിൽ നല്ല കാറ്റുണ്ട്, പക്ഷേ വെയിലും ഇല്ല മഴയും ഇല്ല, ഇങ്ങനെ മൂടി അടച്ച് കിടക്കുക അന്തരീക്ഷം. അപ്പം നമുക്ക് തന്നെ ഒരു ഉത്സാഹക്കുറവാണ് ഇങ്ങനെ മൂടി അടച്ചിരിക്കുമ്പോൾ. അപ്പോൾ യാസിക്ക് ഞാൻ നല്ല കഴിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് ഇടിയപ്പവും മുട്ടക്കറിയും. ഇഷ്ടപ്പെടുമോ എന്തോ അവന്. എപ്പോഴും ഇടിയപ്പം ഉണ്ടാക്കാൻ പറയാം, അവന് ഇടിയപ്പം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്കിങ്ങനെ കിടന്ന് പിഴിയാനൊന്നും വയ്യാത്തതുകൊണ്ട് ഞാനങ്ങനെ ഉണ്ടാക്കാറില്ല. രാവിലെ സ്കൂളിൽ പോണ ദിവസമാണെങ്കിൽ ഒട്ടും പറ്റത്തില്ല. പിന്നെ ഞാനും കഴിക്കാനെടുത്തു, അപ്പം ഞാൻ കഴിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.